വിസ കാലാവധി കഴിഞ്ഞ പെരുമാളിനെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ കഴിഞ്ഞ ജൂൺ 25-ന് മേൽക്കോടതി ഉത്തരവിട്ടതാണ്. എന്നാൽ നാട്ടിലേക്ക് പോകാൻ പാസ്പോർട്ട് വിട്ടുകൊടുക്കാതിരുന്ന കമ്പനി ഇദ്ദേഹത്തെ മറ്റൊരു കേസിൽ കുടുക്കി. ഇഷ്ടിക കമ്പനിയിലെ ഡ്രൈവറായിരുന്ന പെരുമാൾ ഉൾപ്പെട്ട ഒരു വാഹനാപകടത്തിൽ കമ്പനിക്ക് ഇൻഷുറൻസ് ഇനത്തിലുണ്ടായ നഷ്ടം തിരിച്ചടയ്ക്കണമെന്നാണ് ആവശ്യം. ഈ കേസിൽ 5 മാസമായി നിയമപോരാട്ടത്തിലാണ് പെരുമാൾ. തനിക്ക് നിയമസഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് 13 തവണ എംബസിയിലെത്തിയിട്ടും അധികൃതർ വക്കീലിനെ പോലും ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എംബസി എനിക്ക് ശരിക്കും സഹകരിക്കുന്നില്ല, വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കാം. ഞാൻ ഭക്ഷണത്തിന് ഇല്ലാതെ ഇന്നലെ എംബസിക്ക് പുറമോട്ട് കിടന്ന് കാട്ടിനകത്ത് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഇന്ന് കാലത്ത് വന്ന് റിപ്പോർട്ട് ചെയ്തത്. ഞാൻ അത്രയുള്ള സ്ഥിതിയിലായിരിക്കുന്നത്. 166 ദിവസം കൊണ്ട് ഞാൻ വീട്ടിൽ പൈസ അനച്ചിട്ടില്ല, ഭക്ഷണത്തിന് പൈസ ഇല്ലാതെ ഒരുപാട് തെണ്ടി നടക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് അവസാനം എംബസിയിൽ വന്ന് കേസ് ഫയൽ ചെയ്തുകൊണ്ട് എംബസിക്ക് വന്നാൽ എന്നെ കണ്ട അയാൾ ചീത്ത വിളിച്ച് താൻ എന്തിനാ അവിടെ വന്ന് ഇങ്ങനെ വന്ന് തമ്പോ ഞാൻ ഫോൺ ചെയ്യുമെന്ന് പറയുന്നു. മസ്കത്തിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ സുവൈക്കിലെ കോടതിയിലാണ് കേസ് നടക്കുന്നത്. സഹായം തേടി ഓരോ തവണയും എംബസിയിലെത്തുമ്പോൾ രാത്രി റോഡരികിലാണ് കിടന്നുറങ്ങുന്നത്. ഇത്തരം കേസുകളിൽ നിയമോപദേശം നൽകാനേ എംബസിക്കു കഴിയൂ എന്നാണ് അധികൃതരുടെ നിലപാട്. കോടതിയിൽ ഹാജരാകാൻ ഒമാനി അഭിഭാഷകർക്ക് കഴിയൂ. കൂടുതൽ പേർ ഉൾപ്പെട്ട കേസിലും പൗരന്മാർ ജയിലിൽ അടക്കപ്പെടുന്ന സംഭവങ്ങളിൽ മാത്രമേ എംബസി അഭിഭാഷകരെ ഏർപ്പെടുത്തൂ. മറ്റ് നിയമസഹായങ്ങൾക്ക് എംബസിക്ക് ഫണ്ടില്ലത്രേ. എംബസിയുടെ ഈ നിലപാട് മൂലം തൊഴിൽദാതാക്കൾ നൽകുന്ന കള്ളക്കേസിൽ പോലും പട്ടിണി കിടന്ന് സ്വന്തം നിലയിൽ നിയമപോരാട്ടം നടത്തേണ്ട ഗതികേടിലാണ് പ്രവാസികൾ. മീഡിയ 1 മസ്കത്ത്.